സാധാരണ ഫുട്ബോൾ പ്ലേയേഴ്സ്, എസ്പെഷ്യലി ഫുട്ബോൾ പ്ലേയേഴ്സിൽ വരുന്നൊരു പ്രശ്നമാണ് നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് എൻ്റെ പ്ലെയറാണ്, ജെസ്സി എന്നാണ് പേര്. ജെസ്സിയുടെ നിങ്ങൾക്ക് കാണാം, കം ക്ലോസർ യു ക്യാൻ സീ ടെൻഡോ അക്കിലസ്. ഇവിടെ വരുന്ന ടെൻഡൻ, അതായത് മസിൽ അവസാനിക്കുന്ന ഒരു വള്ളി പോലെ നിൽക്കുന്ന ഈ ടെൻഡൻ്റെ പേരാണ് അക്കിലസ് ടെൻഡൻ. ഇത് ടൈറ്റ് ചെയ്ത് പൊട്ടിപ്പോയതാണ്. ജെസ്സി കളിക്കുന്ന ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഇഞ്ചുറി വന്ന് പൊട്ടിപ്പോയി. ഇനി ഏതെങ്കിലും പ്ലേയേഴ്സിന് പൊട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റായി പൊട്ടിക്കാൻ സർജറി വേണം. കംപ്ലീറ്റായി പൊട്ടിയില്ലെങ്കിൽ പ്രോപ്പറായുള്ള റീഹാബും റെസ്റ്റും POP ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് എന്ത് ചെയ്യും, ഇതിന് ഡാമേജ് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ ചോദിച്ചാൽ, ഡോർസി ഫ്ലെക്ഷൻ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാല് മുകളിലേക്ക് വലിക്കുന്നത് ഇപ്പോൾ ഒരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താ കാരണം വെച്ചാൽ ഈ മസിൽ ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഈ ടെൻഡനും ടൈറ്റ് ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. ഇത്തരം കണ്ടീഷൻസ് വന്നാൽ പലപ്പോഴും പ്ലെയേഴ്സ് ഓടുന്ന സമയത്ത് അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല, എപ്പോഴും ഈ ഒരു റീജിയൻ ഇവിടെയൊക്കെ പെയിന് വരുന്നു എന്ന് പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഒരു ഇൻഫർമേഷൻ തരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഒരുപാട് ബോൺസ് ഉണ്ട്. നമ്മൾ ടാർസൽ ബോൺസ് എന്ന് പറയും. അതിൽ നമുക്ക് ഇവിടെ പറയാന്ന് വെച്ചാൽ ഇതിന് കാൽക്കേനി എന്ന് പറയും. ഈ ബോണിനെ നമ്മൾ പറയുന്നത് കാൽക്കേനി എന്നാണ്. അത് കഴിഞ്ഞ് നമുക്കിവിടെ എന്തുണ്ട്, ടാലസ് ഉണ്ട്, നേവിക്കുലാർ ബോൺ ഉണ്ട്, ക്യൂബോയിഡ് ബോൺ ഉണ്ട്, ക്യൂണിഫോം ബോൺസ് ഉണ്ട്, പിന്നെ മെറ്റാടാർസൽസ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ കാണുന്ന ഈ കാലിൻ്റെ ഈ ഒരു ജോയിനിൽ കാണുന്ന ബോൺസ് ആണ്. ഇതിൽ വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, പെയിൻ ഉണ്ടാക്കും. അത് നമ്മളതിന് ക്യൂബോയിഡ് ബോൺ എന്ന് പറയും. അപ്പോൾ ആ ബോണിൻ്റെ മൂവ്മെൻറ്റ്സ് ഇങ്ങനെ റൊട്ടേഷനാണ് ചെയ്യുക കേട്ടോ. ആ ബോൺ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്ന ബോൺ. ഈ ബോൺ നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് മൂവ് ചെയ്യുക. ഓക്കെ, ആ ഒരു ബോണിനെ ഇത് സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെക്കൻഡ് തിങ്, കാൽക്കേനിയം. ഈ കാണുന്ന ബോൺ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടോ ഇതിൻ്റെ പ്ലേ ഇപ്പോൾ കുറവാണ്. ഇപ്പം ഇങ്ങോട്ട് പോകുന്നുണ്ട്, പക്ഷേ ജസ്റ്റ് ഇവിടേക്ക് ടൈറ്റ് അല്ലേ, ഇവിടേക്കുള്ള ജോയിൻ്റ് പ്ലേ കുറവാണ്. ദാറ്റ് ഈസ് ഓവർ ഹിയർ ടാലസ് ഉണ്ട്, നേവിക്കുലാർ ഉണ്ട്. ഈ ബോൺസിനാണ് നമുക്ക് ഈ അടിഭാഗം സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് യു ക്യാൻ മൂവ് ഇൻ ദിസ് പാറ്റേൺസ് ഫോർ ദ പ്ലേയേഴ്സ്. ആഫ്റ്റർ ദാറ്റ് ദിസ് വേ. ഓക്കെ, മെറ്റാടാർസൽ റീജിയൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ചെയ്യാം. ദെൻ കം ടു ദിസ് ഈ ഒരു സ്ട്രെച്ചിങ് കൊടുക്കാം. സോ വൺസ് അഗെയിൻ ഇവിടുത്തെ പ്ലേ നോക്കുക, ക്യൂബോയിഡ് ബോൺ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെയുള്ള കാൽക്കേനിയം കഴിഞ്ഞ ശേഷം ടാലസും നേവിക്കുലാറും എന്ത് ചെയ്യുക, അതിൻ്റെ പ്ലേയും കൂടിയും കൊടുത്തു തുടങ്ങുക. ശേഷം മെറ്റാടാർസൽസ് മൂവ് ചെയ്ത് തുടങ്ങുക. സോ ഈ മൂവ്മെൻറ്റ്സ് നമുക്കറിയാം, എന്താ ഈ ലാസ്റ്റ് എൻഡ് റേഞ്ചിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ പ്ലേ കുറച്ച് കുറവുണ്ട്. സോ ഫസ്റ്റ് കുറച്ച് മൂവ്മെൻറ്റ്സ് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് ജസ്റ്റ് ഹോൾഡ്, ലൂസാക്കി വെക്കുക. ഫൂട്ടിൻ്റെ ഹെൽത്ത് നമ്മൾ ചിന്തിക്കാത്തൊരു മേഖലയാണ് ഫൂട്ടിൻ്റെ ഹെൽത്ത്. സോ വി നീഡ് ടു കീപ്പ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു, നിങ്ങൾ ബോൾ തട്ടുന്ന സമയത്ത്, കിക്ക് ചെയ്യുന്ന സമയത്ത്, ഡ്രിബിൾ ചെയ്യുന്ന സമയത്ത്, ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഫോഴ്സ് ഒക്കെ എടുക്കുന്ന ഈ ചെറിയ ചെറിയ ബോൺസിനുള്ളതാണ്. മേ ബി ഇറ്റ് ക്യാൻ കോസ് സം കൈൻഡ് ഓഫ് ഫംബിൾസ്. സോ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസും കൂടി നിങ്ങളുടെ കോച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ഹെൽപ്പ്. സോ ദിസ് സെഷൻ, ഹൗ യു ഫീൽ ദിസ് സെഷൻ? ഓക്കെ, ദാറ്റ്സ് ഗുഡ്. பூவைத்தான் நிலாவில் இறைத்தான் தடாத கீற்றில் நீந்தி போனேன். நீ நினைத்தான் நிலாவில் இறைத்தான் நிலவள்ளி தின்று விண்மீனாகிறேன். அன்பரே என் வழியில் சேர்ந்தவரே, அன்பரே புன்னகைகள் சேர்த்தவரே, அன்பரே பேருந்திலே பாட்டிவரே, அன்பரே ஜன்னல் வழி காட்டிவரே. ஒத்த வச்சானே துன்பத்தை தொட்டு முத்தமிட்டு போக